ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി അവലോസ് പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അവലോസ് പൊടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് അവലോസ് പൊടി തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ അമൃതം പൊടിയിലാണ് തയ്യാറാക്കുന്നത്. പച്ചരിയിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അമൃതം പൊടിയിലാണെങ്കിൽ കുറച്ചുകൂടി പോഷകങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അമൃതം പൊടിയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാരയും ജീരകവും പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്കയും കൂടി മിക്സിയിലെ ജാറിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജീരകവും കൂടെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു പാനിൽ അമൃതം പൊടി സെപ്പറേറ്റ് ഇതുപോലെ വറുത്തെടുക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു മുറി തേങ്ങ ഇതുപോലെ വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു കവറ് അമൃതം പൊടിക്ക് അരമുറി തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാനിൽ വേണം നമ്മൾ അമൃതം പൊടി ഇതുപോലെ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് നിറം മങ്ങി വന്നാൽ നമുക്ക് ആ തേങ്ങ ഈ മാവിൽ ചേർത്ത് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെറിയ തീയിൽ വെച്ച് നമ്മൾ വറുത്തെടുക്കുന്നതാവും നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാവ് ഒരു പരുവമായി വരുമ്പോഴത്തേക്കും നമ്മൾ പരുവമായ ആ തേങ്ങ ഈ കളറ് കിട്ടിയാലുടനെ നമ്മൾ ഈ തേങ്ങ ആ മാവിൽ ഇതുപോലെ ചേർത്തിളക്കണം. നമ്മൾ മാവ് വറുക്കുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി തൂക്കി കൊടുക്കണം കേട്ടോ. നെയ്യുടെ ഫ്ലേവർ ഈ അവലോസ് മാവിനെ നമുക്ക് കുറേ കൂടെ ഒരു ടേസ്റ്റ് കൊടുക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത തേങ്ങയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാരയുടെയും ജീരകത്തിൻ്റെയും പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നും കൂടെ നെയ്യും ചേർത്ത് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും അവലോസ് പൊടി റെഡിയാകും. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ ഈ അവലോസ് പൊടി എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു പാക്കറ്റ് നമുക്ക് 3 ദിവസം വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കേടുകൂടാതിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ബായ്.